ഹായ് ഹലോ വെൽക്കം ടു അനുശ്രീ വ്ലോഗ്സ്. ഇത് ന്യൂ മോംസ് ഫൈൻഡിൻ്റെ പാർട്ട് 2. ആസ് എ ന്യൂ മോം എനിക്ക് ഹെൽപ്ഫുള്ളായ എല്ലാ സാധനവും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സാധനമാണ് സീഡ്സ് ബാത്ത്. ഇത് ന്യൂ മോംസിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മോമിനെക്കാട്ടും സെൽഫ് കെയർ ആണ് കേട്ടോ. പോസ്റ്റ്നാറ്റൽ കെയറിന് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണിത്. പോസ്റ്റ്പാർട്ടത്തിൻ്റെ ടൈമിൽ ആഫ്റ്റർ ഡെലിവറി കട്ട് ടിയർ ക്വൈറ്റ് നാച്ചുറൽ ആണല്ലോ, നോർമൽ ഡെലിവറിക്ക് ഒക്കെ യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ടോയ്ലറ്റ് സീറ്റിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഇരിക്കുക. ഇതിൽ സാധാരണ യൂറോപ്യൻ ക്ലോസറ്റിൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കുക. ബട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ചെറുതായിട്ട് ആ ചൂട് തട്ടണ പോലെ ഇരിക്കണം. ഓക്കെ, ഇതിൽ ഇങ്ങനെ ഒരു പമ്പ് പോലത്തെ ഒരു സാധനം കൂടി ഉണ്ട്. ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിലെ വെള്ളം തന്നെ ജസ്റ്റ് ഒരു മറ്റേ ജക്കൂസി ഒക്കെ ഇല്ലേ, അതേപോലെ ഒരു ചെറിയ എഫക്റ്റ് തരും. അത് നമുക്ക് ഭയങ്കര സൂത്തിങ് എഫക്റ്റാണ് കേട്ടോ തരിക. നല്ല പോലെ പെയിൻ വരുമ്പോൾ ഞാനിത് ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് പെയിൻ റിലീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്തായാലും പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഈ സാധനം വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഡെലിവറീൻ്റെ മുമ്പേ ഇത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല, ഞാൻ ഇവിടുന്ന് ഖത്തറിൽ തീമു എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതിന് തീമുവിൻ്റെ ലിങ്ക് എങ്ങാനും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ശരി, ബൈ. അടുത്ത ഫൈൻഡുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ടാറ്റാ.